channel. ഇന്ന് ഞാൻ ആർട്സ് ബേസ് ചെയ്ത് ഒരു ക്രാഫ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡ്രോയിങ്ങിന് ഏറ്റവും അത്യാവശ്യമായ ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്, ബ്ലെൻഡിംഗ് സ്റ്റംപ്. അപ്പോൾ അത് നമുക്ക് വീട്ടിൽ വെറും ചിലവ് കുറഞ്ഞ രീതിയിൽ മേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ആദ്യം തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ സൈഡിൽ നിന്ന് ആ കോണിൽ നിന്ന് തന്നെ ചുരുട്ടിയെടുക്കണം. അത് നല്ല ടൈറ്റായിട്ട് തന്നെ ചുരുട്ടണം, എയറൊന്നും കയറാൻ പാടില്ല. നല്ല ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക. നമുക്കിപ്പോൾ 2 ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ 2 എണ്ണവും നല്ലപോലെ നിവർത്തിയിട്ട് ചുരുട്ടിയെടുക്കുക. ഇപ്പോൾ സൈഡൊക്കെ ഒരു ഓർഡർ ഇല്ലാതെ വന്നാലും ആ സെൻറ്റർ പോർഷൻ നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ ചുരുട്ടിയെടുക്കുക. ഇപ്പം നല്ലപോലെ ചുരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡെല്ലാം കട്ട് ചെയ്ത് കളയാം. നമുക്കൊരു കുറച്ച് ഭാഗം മാത്രം മതിയല്ലോ. ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഒരു ബുക്കിൻ്റെ നോട്ട്ബുക്ക്, ഏത് നോട്ട്ബുക്ക് വരെയുള്ളതായാലും വരയില്ലാത്തതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചുരുട്ടി വെച്ചേക്കുന്ന ടിഷ്യൂ പേപ്പർ എടുത്ത് നല്ല പോലെ ടൈറ്റായിട്ട് തന്നെ ആ പേപ്പറിൽ വെച്ചങ്ങ് ചുരുട്ടിയെടുക്കുക. അപ്പോൾ നമുക്കിനി ഗ്ലൂ തേച്ച് അതിൻ്റെ സൈഡ് നല്ലപോലെ അങ്ങ് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൽ നമ്മൾ ആവശ്യമില്ലാത്തത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഇനി നമുക്ക് നല്ല പോലെ പെൻസിലിന് ചെത്തി കൊടുക്കുന്നത് പോലെ നൈഫ് ഉപയോഗിച്ച് ചെത്തി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലെൻഡിങ് സ്റ്റെപ്പിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്കാവുമോ എന്ന് നോക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു പെൻസിൽ എടുത്തിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്ത് നോക്കാം. അപ്പോൾ അതേ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ ബ്ലെൻഡിങ് സ്റ്റമ്പും വെച്ചിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയ ബ്ലെൻഡിങ് സ്റ്റമ്പും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പെൻസിലെടുത്ത് ഷെയ്ഡ് ചെയ്തിട്ട് നോക്കാം ഇതിലേതാ നല്ലതെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ 2 ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിനിയിപ്പം അത് നോക്കാം. എനിക്ക് നല്ല സ്മൂത്തായിട്ട് തോന്നിയത് ഞാനിപ്പോൾ ഉണ്ടാക്കിയ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്തപ്പോഴാണ്. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. നിങ്ങൾക്കത് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയാൻ വയ്യ, പക്ഷേ നല്ല വ്യത്യാസം കാണുന്നുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു സാധനമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിലുള്ള നോട്ട്ബുക്സ് ഒക്കെ വെച്ച് നമുക്ക് ഇതിപ്പോൾ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ പോലും നമുക്ക് നോട്ട്ബുക്കിൻ്റെ പേപ്പേഴ്സ് വെച്ച് വേണമെങ്കിൽ നമുക്കത് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് ഞാൻ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, എനിക്കൊരു കുട്ടി മെസ്സേജ് ഇട്ടിരുന്നു, ഞാൻ ഡ്രോയിങ് ചെയ്യുന്നത് വെറും പെൻസിലും പേപ്പറും കൊണ്ട് മാത്രമാണ് ചേച്ചി എന്ന് പറഞ്ഞത്. അപ്പോൾ ആർക്കായാലും ഒരു ഉപയോഗപ്രദമാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കിയിട്ട് വീഡിയോയിൽ തന്നെ കണ്ടല്ലോ. അപ്പോൾ നമ്മുടെ സാധാ ബ്ലെൻഡിങ് സ്റ്റമ്പ് ഉപയോഗിക്കുന്നതിനെക്കാട്ടി നല്ല സ്മൂത്തായിട്ട് നമുക്ക് ഇത് ബ്ലെൻഡ് ചെയ്തപ്പോഴത്തേക്ക് കിട്ടി. അപ്പോൾ
ഇതൊക്കെ വെച്ച് വരച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് വരയ്ക്കുന്നതിൽ അത്രത്തോളം പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.